അടുത്ത ചോദ്യം, ആരെല്ലാമാണ് നോമ്പിൽ നിന്ന് ഇളവുള്ള ആളുകൾ? നോമ്പിൽ നിന്ന് ഇളവുള്ളവർ ആരൊക്കെയാണ് എന്നാണല്ലോ ചോദ്യം. രോഗികള്, യാത്രക്കാര്, ഇവർ രണ്ടുപേരുമാണ് ഖുർആൻ ആദ്യമായി തന്നെ പഠിപ്പിക്കുന്നത്. ഫമൻ ഷഹിദ മിങ്കും ഷഹ്റ ഫല്യസുംഹു ഫമൻകാന മരീലൻ ഫമൻകാന മിങ്കും മരീലൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞല്ലോ. ആരെങ്കിലും രോഗികളോ യാത്രയിലോ ആവുകയാണെങ്കിൽ അത്രയും എണ്ണം നോമ്പ് പിന്നീട് നോറ്റു വീട്ടേണ്ടതുണ്ട്. അപ്പൊ നോമ്പിൽ ഇളവുള്ളവരിൽ ഒന്നാം സ്ഥാനത്തിൽ നിൽക്കുന്നത് രോഗികളും യാത്രക്കാരുമാണ്. അവർക്ക് യാത്രയിലായിരിക്കെ അല്ലെങ്കിൽ രോഗികളായിരിക്കെ നോമ്പ് ഉപേക്ഷിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ അത്രയും എണ്ണം നോമ്പുകൾ അവർ നോറ്റു വീട്ടണം. റസൂലുള്ളയുടെ കാലഘട്ടത്തിൽ റസൂലുള്ള ഒരു യാത്രയിൽ വഴിമധ്യേ ഒരാളുടെ ചുറ്റും കുറെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. റസൂലുള്ള ചോദിച്ചു, എന്താ പ്രശ്നം? ഫഖാല സ്വായിമുൻ, നോമ്പെടുത്തതാണ്, നോമ്പെടുത്ത് ക്ഷീണിച്ച് അവശനായതാണെന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ള അത്ര പുണ്യകരമല്ല എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ യാത്ര പ്രയാസകരമല്ലാത്ത യാത്രയാണെങ്കിൽ നോമ്പെടുക്കാവുന്നതാണ്. അതും റസൂലുള്ള മാതൃകയായിട്ടുണ്ട്. ഇവിടെ രോഗം രണ്ട് വിധമായി കാണാൻ കഴിയും. ഒന്ന് മാറാ രോഗം, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നോമ്പ് നോറ്റുവീട്ടുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്തരം ആളുകൾ ഒരു സാധുവിന് ആഹാരം നൽകിക്കൊണ്ട് അത് പരിഹരിക്കാവുന്നതാണ്. ഇനി രണ്ടാമത് ഇളവ് നൽകപ്പെട്ട ആളുകളാണ് ഗർഭിണികള്, മുലയൂട്ടുന്ന മാതാക്കള്, അങ്ങനെയുള്ള ആളുകളൊക്കെ. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വന്തം ആരോഗ്യത്തിനോ കുട്ടിയുടെ ആരോഗ്യത്തിനോ നോമ്പ് ദോഷകരമായി ഭവിക്കുമെന്ന് തോന്നിയാൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. നോമ്പിൽ ഇളവുണ്ട്. പിന്നീട് നോറ്റുവിട്ടാൻ കഴിയുമെങ്കിൽ അവർക്ക് നോറ്റുവിട്ടാം. ഇനി അല്ല എങ്കിൽ ഒരു സാധുവിന് ആഹാരം നൽകിക്കൊണ്ട് അത് പരിഹരിക്കാവുന്നതുമാണ്. മറ്റൊന്ന് വയോവൃദ്ധരായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി നോമ്പ് നോൽക്കാൻ ഒരു അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധുവിന്റെ ആഹാരം നൽകിക്കൊണ്ട് ആ നോമ്പിന് പരിഹാരം കണ്ടെത്താവുന്നതാണ്. യാത്രയോ രോഗമോ ഉണ്ടെങ്കിൽ നോമ്പെടുക്കുന്നതാണോ ഇളവ് സ്വീകരിക്കുന്നതാണോ ഉത്തമം? നോമ്പ് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കി ആവശ്യമെങ്കിൽ നോമ്പ് മുറിക്കുന്ന രീതി സ്വീകരിക്കാമോ? യാത്രയോ രോഗമോ ഉണ്ടെങ്കിൽ നോമ്പ് പ്രയാസകരമായ അവസ്ഥയിലാണ് എങ്കിൽ അവർക്ക് നേരത്തെ സൂചിപ്പിച്ചല്ലോ, നോമ്പിൽ ഇളവുണ്ട്. അവർക്ക് നോമ്പെടുക്കുന്നതിൽ നിന്ന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം യാത്രകളിൽ നോമ്പെടുക്കാതിരിക്കലാണ് ഉത്തമമായിട്ടുള്ളത്. ഇനി നോമ്പ് പ്രയാസകരമല്ലാത്ത ചെറിയ യാത്രകളൊക്കെ സ്ഥിരമായി നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള യാത്രകളിലൊക്കെ നോമ്പ് ഉപേക്ഷിച്ചുകൊള്ളണമെന്നൊന്നുമില്ല. അത്തരം യാത്രകളിൽ നോമ്പെടുക്കലാണ് നല്ലത്. തൻ്റെ നോമ്പിന്റെ കടമയിൽ നിന്ന് വേഗം ഒഴിവാകാൻ നോമ്പെടുത്ത് അത് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ നോമ്പെടുക്കുകയുമാവാം. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ മക്കം ഫതഹിന്റെ യാത്രയിൽ റസൂൽ റമളാനിൽ യാത്ര ചെയ്യുമ്പോൾ ഖുറാഉൽ ഒമീം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന സ്ഥലത്തെത്തിയപ്പോൾ ജനങ്ങളൊക്കെ നോമ്പെടുത്ത് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളയെ അറിയിക്കുകയുണ്ടായി. അപ്പൊ റസൂലുള്ള ഒരു കപ്പ് വെള്ളം കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അത് ജനങ്ങളിൽ ഇങ്ങനെ ഉയർത്തി കാണിച്ച ശേഷം റസൂലുള്ള അത് കുടിക്കുകയും ചെയ്യുന്ന ഒരു രംഗം ഹദീസുകളിൽ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ റസൂൽ നോമ്പ് മുറിച്ചു. സഹാബികൾ പലരും നോമ്പ് മുറിച്ചു. പക്ഷെ കുറച്ചാളുകൾ നോമ്പ് മുറിച്ചില്ല. അവരാ പ്രയാസം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് തീരുമാനിച്ചത്. റസൂൽ അവരെ കുറിച്ച് പറഞ്ഞത് ഉലായിക്കൽ ഉസാത്ത് എന്നാണ്. അവരാണ് ധിക്കാരികൾ എന്നാണ്. അപ്പൊ യാത്രയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. നോമ്പിൽ ഇളവ് അനുവദിക്കപ്പെട്ട ആളുകൾ ആ ഇളവ് സ്വീകരിക്കലാണ് നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ വല്ലവരും നോമ്പെടുക്കാൻ കഴിയുന്ന ഒരു യാത്രയാണെങ്കിൽ നോമ്പെടുക്കുന്നത് കുറ്റമല്ല. റസൂലുള്ള യാത്രയിൽ തന്നെ നോമ്പെടുത്ത രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ഹദീസിൽ ഖറജനാ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹ്രി റമളാന ഫീ ഹർരിൻ ശദീദ്, നല്ല ചൂടുള്ള ഒരു റമളാനിൽ ഞങ്ങൾ റസൂലുള്ളയോടൊപ്പം യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങളിൽ പലരും തൻ്റെ തലയിൽ
ചൂട് സഹിക്കാനാവാതെ കൈവെക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പെടുത്തവരുണ്ടായിരുന്നു. അത് രണ്ടുപേര് മാത്രമുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുല്ലാഹിബിൻ റവാഹയും ഒഴികെ. ബാക്കിയുള്ളവരൊക്കെ നോമ്പ് ഉപേക്ഷിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. റസൂലുള്ളാഹി ഇവിടെ നോമ്പ് എടുത്തുകൊണ്ട് കാണിച്ചു തന്നത്, യാത്രയിൽ നോമ്പെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നോമ്പെടുക്കുന്നത് കുറ്റകരമല്ല എന്ന് കാണിക്കാനാണ്. എന്നാൽ ഇളവ് സ്വീകരിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, രോഗികൾ നോമ്പെടുത്താൽ രോഗം വർദ്ധിക്കുമെന്ന് തോന്നുന്നെങ്കിൽ അത്തരം രോഗത്തിന്റെ ഘട്ടത്തിൽ അവർ നോമ്പെടുക്കാതിരിക്കലാണ് ഉത്തമം. ഇനി ചെറിയ ചെറിയ രോഗങ്ങൾക്കൊക്കെ നോമ്പ് ഉപേക്ഷിക്കണമെന്നില്ല. ആ രോഗം ഉള്ളതോടൊപ്പം തന്നെ നോമ്പ് നോൽക്കാൻ കഴിയുമെങ്കിൽ നോമ്പെടുക്കുകയും ചെയ്യാം.